ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മന്തി റെസിപ്പി ആയിട്ടാണ് വരുന്നത്. അപ്പം ചിക്കൻ മന്തിയാണ് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തുകൊണ്ട് ഊറ്റി വെച്ചിട്ടൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തു. ചിക്കൻ വെക്കണ പാത്രത്തിൽ കിട്ടോ. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ക്യാപ്സിക്കം ചെറുതാക്കി കട്ട് ചെയ്തിട്ടോ, കുനുകുനെ അരിഞ്ഞത് അത് ഇട്ടെടുത്തു. അതേപോലെ തന്നെ സവാള കൊത്തി അരിഞ്ഞത് അത് ഇട്ടെടുത്തു. പിന്നെ വൈകുന്നേരത്തിനാട്ടോ ഓർഡർ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇത് ചെയ്ത് വെക്കുകയാണ്. എന്നാൽ മസാലയൊക്കെ അതിന്മേൽ പിടിച്ചോളും. അപ്പം മാഗിക്കട്ട അത് 2 കിലോനാണ് വേണ്ടത്. അപ്പോൾ ഒരു ഇതിൽ 2 ഉണ്ടാവുമല്ലോ, അങ്ങനെ 4 പീസ് അങ്ങനെ അത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, നല്ല ജീരകം, കുരുമുളക്, പച്ചമല്ലി അതൊക്കെ ഓരോരോ സ്പൂൺ വീതം അങ്ങനെ അത് ഇട്ടെടുത്തു. പിന്നെ ഞാൻ ഈ മാഗിക്കട്ട 4 ക്യൂബ് ഇട്ടോ, 4 കട്ട 2 പെട്ടിയിൽ 4 ഉണ്ടാവുമല്ലോ, അങ്ങനെ അത് 4 അത് ഇട്ടെടുത്തു. അതിങ്ങനെ ഉടച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിലൊന്ന് ക്രഷ് ചെയ്ത് കണ്ട് അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതൊക്കെ ഒരു 1.5 സ്പൂൺ കുരുമുളകിൻ്റെ പൊടി. പിന്നെ ഇതൊക്കെ സൺഫ്ലവർ ഓയിൽ, ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ കേട്ടോ. അങ്ങനെ അത് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ 2 കിലോന് റൈസും 2 കിലോന് 2.5 കിലോ ചിക്കനുമാണ്. പിന്നെ ഇതൊക്കെ തക്കാളി സോസ് ഉണ്ടല്ലോ, ടൊമാറ്റോ സോസ്, അത് കുറച്ച് ഒഴിച്ചു കൊടുത്തേക്കണം. ഒരു ടേബിൾ സ്പൂൺ കേട്ടോ. ഞാനൊരു സുമാറുണ്ട് ഒഴിച്ചു കൊടുത്തേക്കാണ്. ഞാൻ സ്പൂണിൻ്റെ കണക്ക് പിന്നെ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മളെ നാരങ്ങ ഉണ്ടല്ലോ, ഉണക്ക നാരങ്ങ 2 ഇട്ടെടുത്തു. പിന്നെ മെയിനായിട്ട് വേണ്ടതാണ് റെഡ് കളർ കേട്ടോ. അത് സ്കിപ്പ് ചെയ്യുക. പിന്നെ നമുക്ക് പുറത്തേക്ക് കൊടുക്കാനാകുമ്പോൾ ഒരു കളറൊക്കെ വേണമല്ലോ മന്തി. അപ്പോൾ അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. അത് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല, ടേസ്റ്റിനെ അത് ബാധിക്കൂല. അപ്പോൾ കൈ വെച്ചുകൊണ്ട് നല്ലോണം ഞരടി കുഴക്കുക. നമ്മളെ സവാളയും ക്യാപ്സിക്കും നല്ലോണം കുനുകുനാന്നരിയണം കേട്ടോ. അത് പിന്നെ ആ ചോറിൽ കാണുകയേ ചെയ്യരുത്. നമ്മൾ ഇതൊക്കെ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കില്ല. ആദ്യം തന്നെ ഒരു കപ്പ് ഓയിൽ നിറച്ചുകൊണ്ട് ഒഴിച്ചു കൊടുത്തേക്കണം. പിന്നെ മാഗിക്കട്ട ഇട്ടിട്ട് ഉപ്പുണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പില്ലെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. ആ മാഗിക്കട്ടൻ്റെ ഉള്ളിൽ തന്നെ നല്ലോണം ഉപ്പുണ്ടാവും. പിന്നെ ഒരു 5-6 പച്ചമുളക് ഇട്ടെടുത്തു. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടമാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക, ഒരു സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അപ്പോൾ ഇത് ഞാൻ രാവിലെ തന്നെ ഫ്രിഡ്ജിലേക്കാണ് വെച്ചിരിക്കണം കേട്ടോ ചെയ്തിട്ട്. പിന്നെ അത് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ, വൈകുന്നേരത്തിനാണ് എനിക്ക് ഓർഡർ. അപ്പോൾ അത്രയും നേരം ആ ചിക്കൻ ഫ്രിഡ്ജിലാണ്. അപ്പോൾ വൈകുന്നേരം എനിക്ക് 2 കിലോ മന്തിക്കും 2 കിലോ ബിരിയാണിക്കുമാണ് ഓർഡർ. അപ്പം ബിരിയാണി ഉണ്ടാക്കണ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടാണ് മന്തി ഉണ്ടാക്കിയത്. അപ്പം മന്തി ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ബിരിയാണി പിന്നെ എപ്പോഴും നിങ്ങൾ കാണുന്നതല്ലേ. അപ്പം ബസ്മതി റൈസ് ഉണ്ടല്ലോ, വൈറ്റ് റൈസ് ആട്ടെ ഞാൻ മന്തിക്ക് എടുക്കുക. അത് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് നല്ലോണം വാഷ് ചെയ്തിട്ട് വെള്ളത്തിൽ 1 മണിക്കൂർ ഇട്ട് വെക്കുക. ഈ വൈറ്റ് ആയതുകൊണ്ട് 1/2 മണിക്കൂറായാലും കുഴപ്പമില്ല കേട്ടോ. നേരെ മറിച്ച് ഗോൾഡൻ്റെ അരി ഉണ്ടല്ലോ, ഗോൾഡൻ കളർ, അതാണെങ്കിൽ 1 മണിക്കൂറും 1.5 മണിക്കൂറും ഒക്കെ ഇട്ടാക്കണം. അതിന് നല്ല വേവുള്ള അരിയാണ്. അങ്ങനെ പിന്നെ ഞാൻ അടുപ്പൊക്കെ കത്തിച്ചങ്ങാണ്ട് വെള്ളമൊക്കെ അത് ഇതാവണ നേരത്തെ വെള്ളമൊക്കെ വെച്ച് വയ്ക്കും. പിന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇതൊക്കെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മസാലയിൽ ഇട്ട് കൊടുത്തതാണല്ലോ ചിക്കനിൽ. പിന്നെ ഉപ്പിട്ട് കൊടുത്തു. അത് തിളച്ചപ്പം നമ്മൾ കേക്ക് ഊറ്റി വെച്ചിട്ട് അരി അതിട്ട് കൊടുത്ത്. പിന്നെന്താ, എല്ലാവരും ഒന്ന് നോമ്പൊക്കെ പ്രതീക്ഷിച്ച് നിന്നില്ലേ. അപ്പോൾ നമുക്ക് നാളെയാണ് നോമ്പ്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്നാണ് നോമ്പ്. അപ്പം ഇനി നാളെ മുതൽ നോമ്പ് തുടങ്ങുകയാണല്ലേ. നോമ്പിന് ചിലപ്പം ഞാൻ വീഡിയോസ് 1.5 ആയിട്ടേക്കാരട്ടെ വരിക. എന്നും ഇതേമാതിരി വീഡിയോസ് ഉണ്ടാവില്ല. കാരണം റമദാൻ മാസമല്ല, നമ്മളെ വീഡിയോസ് മാത്രം പോരല്ലോ. അപ്പം നമുക്ക് കനിഞ്ഞു തന്ന മാസമാണ് ഈ മാസം. അപ്പോൾ ഈ മാസം നമ്മൾ പരമാവധി നമ്മൾ ഉപയോഗിച്ച നമ്മളെ ദുനിയാവിന് വേണ്ടിയല്ല, ആഖിറത്തിന് വേണ്ടി. പിന്നെ 2 തള തളച്ചപ്പോൾ അരിയൊക്കെ വന്നിട്ടോ. അപ്പോൾ അരി വന്നൂന്ന് എല്ലാവർക്കും അറിയാമല്ലേ. നമ്മൾ ബസ്മതി റൈസ് ഇങ്ങനെ വളഞ്ഞ് വരും കേട്ടോ. ഒന്നും തിളച്ചാൽ മതി. പിന്നെ അതൊക്കെ ഒന്ന് ഊറ്റി വെച്ചു. പിന്നെ നമ്മളെ ചിക്കൻ ഞാനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്യാസുമ്മ ഫുൾ ഫ്ലെയിമിലിട്ട് കണ്ട് ഒന്ന് മറിച്ചും തിരിച്ചു വിട്ടിക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ മുകൾക്ക് ചോറ് ഊറ്റിയിട്ടു. അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ 5 മിനിറ്റ് ചിക്കന് തിരിച്ചും മറിച്ചു വിടും കേട്ടോ. ഫുൾ ഫ്ലെയിമിലാവണേ, അത്ര മാത്രം മതി. പിന്നെ ഈ കനലിൽ കടന്ന് അങ്ങനെ ചിക്കൻ വെന്തോളും. പിന്നെ ഇതിൻ്റെ മുകൾക്ക് കുറച്ച് റെഡ് കളറും പിന്നെ യെല്ലോ കളറും ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കലക്കിയിട്ട് അങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുത്തേക്കണം. യെല്ലോ കളറും റെഡ് കളറേ നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്ത് അത് ഇട്ട് കൊടുത്തേക്കണം. പിന്നെ അടുത്ത ലെയർ പിന്നെയും വെച്ച് കൊടുക്കാം നമുക്ക് ചോറ്. പിന്നെ ചോറിൻ്റെ മുകളിൽ കുറച്ച് കനൽ വെച്ചിട്ട് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അങ്ങനെ തന്നെ ആവി നമ്മൾ പുക വരുന്നതോട് കൂടി മൂടി വെക്കുക കേട്ടോ. നെയ്യായാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മളെ ചിക്കൻ മന്തി സെറ്റായി. ഇനി അതവിടെ കടന്ന് കനലിൽ അങ്ങനെ കിടക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഒരുപാട് ചെയ്തതാണ്. അപ്പം ഞാൻ വീണ്ടും ഇങ്ങനെ പറയണില്ല. അപ്പം ഇന്ന് എപ്പോഴും ഞാൻ കുക്കറിലിടലാണ്. ഇന്ന് ഞാൻ ഇങ്ങനെ സമയമുണ്ട്. അപ്പോൾ പിന്നെ
എന്താണ് ചെമ്പിൽ ഇങ്ങനെ ഉള്ളിട്ടുങ്ങാണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് അതിലിട്ടുങ്ങാണ്ട് അങ്ങനെ വാട്ടിയെടുക്കുകയാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും ഇട്ട് കൊടുത്ത്. അങ്ങനെ ബിരിയാണി മന്തിയൊക്കെ സെറ്റായിട്ടോ. അപ്പോൾ നമ്മളെ മന്തിക്കുള്ള ചട്നിയും സോസും ചമ്മന്തിയും തൈരും അതൊക്കെ സെറ്റായിക്കണ്. അപ്പോൾ കൊണ്ടുപോകാനായിക്കണ്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്.